അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഏറ്റവും ബഹുമാന്യരായ ശ്രോതാക്കൾ, പൈതൃകം മീഡിയയിലൂടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം AP ഉസ്താദ് അവറുകളുടെ ആത്മകഥ വിശ്വാസപൂർവം എന്ന മഹത്തായ കൃതി വായിക്കുകയാണ്. ഇതിന് കാരണം, ഈ പുസ്തകം ഏകദേശം 418 പേജുള്ള, കവർ പേജ് ഒഴികെ 418 പേജുകളുള്ള ഈ ബൃഹത്തായ ഗ്രന്ഥം എന്നും ഏതൊരു വിശ്വാസിയും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയ ഒരു ചരിത്ര പുസ്തകമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷനായ ഷെയ്ഖുന AP ഉസ്താദിൻ്റെ ആത്മകഥ എന്നാൽ അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഉള്ളടക്കം അറിയാൻ കേരളീയരെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിന് പെട്ടെന്ന് ലഭ്യമാകാനുള്ള മാർഗങ്ങൾ ആരായുന്നു. ഇതിൻ്റെ പുസ്തകങ്ങൾ ധാരാളം കോപ്പികൾ നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്തവരുണ്ടായതിനാൽ ഇതിനകം പുറത്തിറങ്ങിയെങ്കിലും ധാരാളം ആളുകൾക്ക് ഇപ്പോഴും ഈ കോപ്പി ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ വായനക്കാർക്ക്, ബഹുമാനപ്പെട്ട ഉസ്താദിനെ അങ്ങേയറ്റം പ്രിയം വെക്കുന്ന സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക്, അവർക്ക് ഈ പുസ്തകം കയ്യിൽ കിട്ടി വായിക്കാൻ ഇനിയും സമയം ഏറെ പിടിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇത് ഒരു യൂട്യൂബിൽ നമ്മളിങ്ങനെ വായിച്ച് ഇവിടെ അത് വായിച്ചാൽ അതൊരു രേഖയായി എക്കാലത്തും ഇവിടെ അത് കടക്കുകയും ചെയ്യും. നമുക്ക് എപ്പോഴെങ്കിലും അത് ഏതെങ്കിലും ഏടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏത് കാലത്തും നമുക്കതിൽ നിന്ന് കേൾക്കാനും സാധ്യതയുള്ള ഒരു മാർഗമാണല്ലോ ഈ യൂട്യൂബ്. അതുകൊണ്ട് പൈതൃകം മീഡിയയിലൂടെ ഈ പുസ്തകം ആദ്യാവസാനം വരെ കുറേശ്ശെയായി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം സുന്നി മുസ്ലിങ്ങളുടെ ആസ്ഥാന കേന്ദ്രമായ കാരന്തൂർ സുന്നി മർക്കസിൽ ചെന്ന് ഷെയ്ഖുനായെ സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോൾ അവിടെ നിന്നാണ് ഈ കോപ്പി ഞാൻ ലഭ്യമാക്കിയത്. അന്ന് ഇതിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ വായിച്ചു തീർത്തപ്പോൾ എനിക്ക് തോന്നി, ഇതിങ്ങനെ ഒന്ന് യൂട്യൂബിൽ വായിച്ചൊരു എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ഇതിൻ്റെ വായന ആരംഭിക്കുന്നത്. മർക്കസ് നോളേജ് സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ പ്രസ്സാണ് ഈ ഉദ്യമവുമായി മുന്നിട്ടിറങ്ങിയത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് SYSൻ്റെ കീഴിലുള്ള റീഡ് പബ്ലിഷിംഗ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ മലബാർ പ്രസ്സിൻ്റെ പബ്ലിഷർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ആമുഖ കുറിപ്പ് നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിക്കാം. പ്രസാധകക്കുറിപ്പ് ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ശ്രേഷ്ഠരായ ഗുരുക്കന്മാരെ മുസ്ലിം ലോകത്ത് പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഉസ്താദ്. അങ്ങനെ മലയാളികൾ സ്നേഹാദരവുകളോടെ വിളിക്കുന്ന വ്യക്തിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആധുനിക മലയാളി മുസ്ലിങ്ങളുടെ ആത്മീയ, വൈജ്ഞാനിക, സാംസ്കാരിക ഭൂപടത്തിൻ്റെ അതിരുകളെ പുനർനിർവചിച്ച പണ്ഡിതനാണ് അദ്ദേഹം. നേതൃമികവ് കൊണ്ടും
പാണ്ഡിത്യം കൊണ്ടും ലോക മുസ്ലിം നേതാക്കളിൽ ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി മാറിയ ഉസ്താദിൻ്റെ പ്രവർത്തന മേഖലകൾ വിപുലവും വൈവിധ്യമാർന്നതുമാണ്. 7 പതിറ്റാണ്ടിലധികമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉസ്താദിൻ്റെ ആ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് വിശ്വാസപൂർവം എന്ന ഈ ആത്മകഥ. മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ ആത്മകഥ മലയാളത്തിൽ ഇതുവരെയും എഴുതപ്പെടാതെ പോയ മുസ്ലിം ജീവിതത്തിൻ്റെ അടരുകളിലേക്ക് വായനക്കാരുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് മുസ്ലിം ഭാവുകത്വത്തെ കൂടുതൽ സംവേദനക്ഷമതയോടെ അടുത്തറിയാൻ തീർച്ചയായും സഹായിക്കും. ഈ ജീവിത പാഠങ്ങളുടെ വായന തലമുറകളോളം നിലനിൽക്കുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇതിൻ്റെ പ്രസിദ്ധീകരണ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. വൈജ്ഞാനിക രംഗത്ത് പുതുമയുള്ള പഠന പ്രസിദ്ധീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മർക്കസ് നോളേജ് സിറ്റി കേന്ദ്രമായുള്ള മലൈബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ദൈക്ഷണിക സഞ്ചാരത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് വിശ്വാസപൂർവം. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ ജോലികൾ എളുപ്പമാക്കുന്നതിൽ നിരവധി പേരുടെ അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മലയാളിയുടെ മുസ്ലിം അനുഭവങ്ങൾക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകിയ ഉസ്താദിൻ്റെ ആത്മകഥ അഭിമാനപൂർവം വായനക്കാർക്ക് സമർപ്പിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഗരി, പബ്ലിഷർ മലൈബാർ പ്രസ്. ഈ മലൈബാർ പ്രസിൻ്റെ പുസ്തകമാണ് AP ഉസ്താദിൻ്റെ ആത്മകഥ എന്ന ഈ മഹത്തായ പുസ്തകം. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറായി കോഴിക്കോട് ഏറെക്കാലം മനോരമയെ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ബഹുമാന്യനായ തോമസ് ജേക്കബാണ് ഈ മഹത്തായ കൃതിക്ക് അവതാരിക എഴുതിയത്. നമുക്ക് അതും കൂടെ ഒന്ന് വായിച്ച് ഇന്നത്തെ ഇവിടെ നിർത്താം. നാളെയും നമുക്ക് തുടർന്ന് വായിച്ചു കൊണ്ടിരിക്കാം. അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. തോമസ് ജേക്കബ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം ശ്വാസമാക്കിയ ഒരാൾ. ആത്മകഥയുടെ ഒരു നിർവചനത്തിലും അതെഴുതുന്നയാളുടെ പ്രായം നിഷ്കർഷിക്കാത്തത് നന്നായി. 10ാം വയസ്സിൽ ആത്മകഥ എഴുതിയ ഒരു പയ്യനെ തനിക്കറിയാമെന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ മകൾ EM രാധ എഴുതിയിട്ടുണ്ട്. ആത്മകഥ എഴുതാൻ 105 വയസ്സുവരെ കാത്തിരുന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വർഷം പോലും തെറ്റിച്ചെഴുതിയ കേരളത്തിലെ വലിയൊരു സ്വാതന്ത്ര്യ സമര യോദ്ധാവിൻ്റെ കൃതിയും നമ്മുടെ മുന്നിലുണ്ട്. നടന്നിട്ടേയില്ലാത്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ തെളിയുന്നത് പ്രായമേറുന്തോറുമാണെന്ന് മാർക്ക് ഡൊയിൽ പറഞ്ഞതിൻ്റെ സ്വാരസ്യം വെളിവാക്കുന്നതാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെയാവും പ്രമുഖ അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ തൻ്റെ ആത്മകഥയ്ക്ക് ഓർമ്മമായും മുമ്പ് എന്ന് പേരിട്ടത്. KK വേണുഗോപാലിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറലായി പുനർനിയമനം ലഭിച്ചത് 90 വയസ്സിന് ശേഷമാണെന്നതും റാം ജഠ്മലാനി 95 വയസ്സുവരെ കോടതികളിൽ വാദിച്ചിരുന്നുവെന്നതും കേരളത്തിലെ എണ്ണം പറഞ്ഞ ക്രിമിനൽ വക്കീലായ K കുഞ്ഞിരാമ മേനോൻ 95ാം വയസ്സിലും വാർദ്ധക്യത്തെ കോടതിക്ക് പുറത്ത് നിർത്തിയെന്നതും ചരിത്രത്തിലെ വിസ്മയങ്ങളായി കൂട്ടിയാൽ മതിയാവും. കർണാടക സംഗീത വിദൂഷിയായ പാറശാല B പൊന്നമ്മാള് 95ാം വയസ്സിലും കച്ചേരി നടത്തിയതും 107 വയസ്സുവരെ ജീവിച്ച പാപ്പുക്കുട്ടി ഭഗവതർ 107 വയസ്സുവരെ ജീവിച്ച പാപ്പുക്കുട്ടി ഭാഗവതർ 97ാം വയസ്സിൽ പാടിയതും ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ
100 വയസ്സിന് ശേഷവും കഥകളി അവതരിപ്പിച്ചതും ഇതുപോലെ വിസ്മയച്ചെപ്പിൽ സൂക്ഷിക്കേണ്ട സാക്ഷ്യപത്രങ്ങൾ. മുമ്പേ പറഞ്ഞ 10നും 105നും ഇടയ്ക്ക് സദാഭിഷിക്തൻ എന്ന നല്ല പ്രായത്തിൽ ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയ വിശ്വാസപൂർവം എന്ന ഈ ആത്മകഥയിൽ 2 കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നി. ഒന്ന്, ഉസ്താദിൻ്റെ സൂക്ഷ്മമായ ഓർമ്മശക്തി. ഒരു കാര്യവും വെറുതെ പറഞ്ഞു പോകാതെ അന്ന് ഒപ്പമുണ്ടായിരുന്നവരുടെ പേരുകളുടെ ഓർമ്മക്കൂട് തുറക്കുമ്പോൾ ആ കഴിവിൽ നാം അത്ഭുതപ്പെട്ടു പോകുന്നു. ഇത്രയേറെ പേരുകളെടുത്ത് അമ്മാനമാടുന്ന മറ്റൊരു ആത്മകഥ മലയാളത്തിൽ ഇല്ല. ഒരു പേരിലും അദ്ദേഹത്തിന് സംശയമേതുമില്ല. ആദ്യമായി ഹജ്ജിന് ബോംബെയിൽ നിന്ന് കയറിയ കപ്പലിൻ്റെ പേര് മുസഫരി എന്നായിരുന്നോ അൽ അക്ബർ എന്നായിരുന്നോ എന്നിടത്ത് മാത്രമാണ് ഒരു സന്ദേഹം ഈ പുസ്തകത്തിലുള്ളത്. അതിശയിപ്പിക്കുന്ന ഓർമ്മക്കടലിൽ ഒരു സന്ദേഹത്തിനെന്ത് പ്രസക്തി? ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രണ്ടാമത്തെ കാര്യം, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പരിമിതികളുടെ പരമാവധി എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ വളർന്ന് ലോകം ശ്രദ്ധിക്കുന്ന നേതാവാകുന്നതാണ് ഒരു സാധാരണക്കാരിൽ നിന്ന് അനിഷേധ്യ നേതാവിലേക്കുള്ള വളർച്ചയാണ് കാന്തപുരത്തിൻ്റേത് എന്ന് സാമാന്യമായി അറിയാമായിരുന്നു. പക്ഷേ ബാല്യ യൗവന കാലങ്ങളിലെ ജീവിത സാഹചര്യം എത്രമാത്രം പരിമിതമായിരുന്നു എന്ന് മനസ്സിലായത് ഈ ഗ്രന്ഥത്തിൻ്റെ വായനയിലാണ്. സമസ്ത മേഖലകളിലും മലബാറിൻ്റെ ചരിത്രം മുതൽ പരിവർത്തനത്തിൻ്റെ ഓരോ കാലവും സൂക്ഷ്മതയോടെ നമുക്ക് മുന്നിൽ അദ്ദേഹം വരച്ചിടുന്നു. സ്വന്തം ഉടമസ്ഥതയിൽ ഒരു പിടി മണ്ണിനു വേണ്ടിയുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകാതെ കാലയവനികക്കുള്ളിൽ മറഞ്ഞ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ പഴയകാലത്തെ ജന്മവ്യവസ്ഥയിലെ ക്രൂരതയും സാധാരണക്കാർ നേരിട്ട അനീതിയും വായനക്കാർക്ക് ബോധ്യമാകും. ഉസ്താദിൻ്റെ വാപ്പക്ക് സ്ഥലം വിറ്റ ശേഷവും ആ പറമ്പിലെ ആദായമെടുത്തുകൊണ്ടിരുന്നത് ജന്മിയായിരുന്നു. ആദ്യത്തെ ബിരിയാണി കഴിച്ച വർഷം കൃത്യമായി പറയുന്നില്ലെങ്കിലും 30 വയസ്സെങ്കിലും പിന്നിട്ട ശേഷമായിരിക്കുമെന്ന് ഊഹിക്കാം. വറുതിയുടെയും പരിമിതമായ വിഭവങ്ങളുടെയും പഴയ കാലം അവിടെ വെളിപ്പെടുന്നു. ഉസ്താദ് തന്നെ പറയുന്ന പോലെ എണ്ണിയെടുക്കാവുന്ന വറ്റു മാത്രമുള്ള കഞ്ഞി കഴിച്ചു വളർന്ന മുൻഗാമികളുടെ ചരിത്രം തെളിഞ്ഞു വരുന്നു. ആത്മകഥ എന്നാൽ ഒരു വ്യക്തിയുടെ കഥയാണ്. ആത്മം എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ, അഥവാ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മകഥയിൽ ഞാൻ എന്ന വാക്കിന് മാറി നിൽക്കാൻ കഴിയില്ല. എങ്കിലും ചില ആത്മകഥകൾ പൊങ്ങച്ചമായി മാറാറുണ്ട്. ആത്മകഥയിൽ ഞാൻ എന്ന് വരിതോറും എഴുതി വായനക്കാരനെ ബോറടിപ്പിക്കുകയും അച്ചടിശാലയിലെ തീർത്തു കളയുകയും ചെയ്ത ആത്മകഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിൻ്റെ ജീവിതം സംഭവബഹുലമാകയാൽ ആത്മകഥയിൽ ഞാൻ എന്ന് പലതവണ പറഞ്ഞാലും വായനക്കാർക്ക് അലോസരമുണ്ടാകില്ലെങ്കിലും ഞാൻ വളരെ വിനീതമായി വരികൾക്കിടയിലേക്ക് മാറി നിൽക്കുന്നു. ആത്മകഥയ്ക്ക് ഞാൻ എന്ന് പേരിട്ട 2 പേരെങ്കിലുമുണ്ട്. CV കുഞ്ഞിരാമനും 1970, NN പിള്ളയും 1982. ഏതെങ്കിലും പ്രത്യേക പേരിൻ്റെ പുറകെ പോകാതെ ആത്മകഥ എന്ന പേരിൽ തൃപ്തി കൊണ്ടവരുമുണ്ട്. 1 ഡസനിലേറെ പേർ. വൈക്കത്ത് പാച്ചു മൂത്തത് 1930, കോവിണ്ണി നെടുങ്ങാടി 1930, സർ സി ശങ്കരൻ നായർ 1945, സർദാർ KM പണിക്കർ 1953, KVM 1966, EMS 1969, ജോസഫ് ചാഴിക്കാട് 1972, അന്നചാണ്ടി 1973, CH കുഞ്ഞപ്പ 1975, EM ഫിലിപ്പോസ് 1955, KC ജോർജ് 1958, K മാധവമേനൻ 1958, P
പി ഭാസ്കരൻ 2015, KC മാമൻ മാപ്പിളയുടെ ജീവിതസ്മരണകളുടെ ആദ്യ പതിപ്പിൻ്റെ 1975 ഇറങ്ങിയ ആദ്യ പതിപ്പിൻ്റെ പേരും ആത്മകഥ എന്ന് തന്നെയായിരുന്നു. കാന്തപുരത്തിൻ്റെ ആത്മകഥയുടെ പേരിൽ തന്നെ സ്വന്തം ജീവിതവും ദർശനവുമുണ്ട്. ഒപ്പം ഞാൻ എങ്ങനെ പ്രസക്തനാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഈ പേരിൽ തന്നെ തെളിയുന്നു. വിശ്വാസത്തിൻ്റെ അടിയുറച്ചുള്ള ജീവിതം, വലിയൊരു ജനസഞ്ചയം വിശ്വാസപൂർവ്വം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നു. മതപരമായ വിശ്വാസം, വ്യക്തികൾ അർപ്പിക്കുന്ന വിശ്വാസം, ഈ രണ്ട് വ്യാഖ്യാന തലങ്ങളിലും വിശ്വാസപൂർവ്വം വായിച്ചെടുക്കാം. മലയാളത്തിൽ ആദ്യത്തെ ആത്മകഥ എന്നതിനെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുള്ള കാലമുണ്ടായിരുന്നു. വൈക്കം പാച്ചുമുത്തത് എഴുതി ഉള്ളൂർ പ്രസാദനം ചെയ്ത ഒരു ആത്മകഥാ കഥനം ആണെന്നും അതെന്നെ വിദ്വാൻ കോവുണ്ണി നെടുങ്ങാടി എന്ന ഡയറിക്കുറിപ്പിൻ്റെ രൂപത്തിൽ എഴുതിയതാണെന്നും പാച്ചുമുത്തത്ത് 1972 കോവുണ്ണി നെടുങ്ങാടി 1878 ജീവിതകഥ കുറിച്ചത്. അവ പുസ്തക രൂപത്തിലാവാൻ പിന്നെയും കാലങ്ങളെടുത്തു. അവ രണ്ടിനു മുമ്പേ എഴുതുകയും അച്ചടിക്കുകയും ചെയ്തത് കൊച്ചി മഹാരാജാവിൻ്റെ പുത്രനായി ജനിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ച യാക്കോബ് രാമവർമ്മൻ്റെ ആത്മകഥയാണെന്ന് പിന്നീട് വെളിവാക്കപ്പെട്ടു. 1856 സെപ്റ്റംബർ 3 കണ്ണൂർ ബാസൽ മിഷൻ കേന്ദ്രത്തിൽ ഹെർമൻ ഗുട്ടർട്ടിൻ്റെ സാന്നിധ്യത്തിൽ യാക്കോബ് രാമവർമ്മൻ വായിച്ച ഈ ആത്മകഥ 1874 ബാസൽ മിഷൻ മംഗലാപുരം കേന്ദ്രത്തിൻ്റെ കേരളോപകാരി മാസികയുടെ ആദ്യ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. 1879 മംഗലാപുരം ബാസൽ മിഷൻ അച്ചുകൂടത്തിൽ നിന്ന് യാക്കോബ് രാമവർമ്മൻ എന്ന സ്വദേശ ബോധകൻ്റെ ജീവചരിത്രം എന്ന തലക്കെട്ടിൽ ഇത് പുസ്തക രൂപത്തിൽ പുറത്തു വന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ അവതാരിക കുറച്ചും കൂടെ വായിക്കാനുണ്ടായതുകൊണ്ട് അത് പിന്നീട് വായിക്കാം. ആത്മകഥയുടെ പകുതി ഭാഗം വായിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ മലയാള മനോരമ പത്രത്തിൻ്റെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറായ തോമസ് ജേക്കബാണ് ഈ മഹത്തായ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അതിൻ്റെ പകുതി ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. പകുതി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കേൾക്കാം. ഏതായാലും മഹത്തായ ചരിത്രവുമായി AP ഉസ്താദ് ഈ പുസ്തകത്തിലൂടെ നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് വായിക്കുകയും ഇത് കേൾക്കുകയും ഇതിൽ നമ്മൾ ഒന്നും ഒഴിവാക്കാതെ തന്നെ ഒരു പാഠമാക്കിയെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകം നിങ്ങളെല്ലാം സ്വന്തമാക്കി ഇത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു വീട്ടിലെ പുസ്തകമാക്കി മാറ്റിയെടുക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു ബഹുമാനപ്പെട്ട AP ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ തണലിൽ ദീർഘകാലം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായന ഇവിടെ നിർത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.